ഇതുവരെ വന്ന് കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അതായത് നമ്മൾ ഡാൻസ് ഷോസ് കണ്ടിട്ടുണ്ട്, മ്യൂസിക് ഷോസ് കണ്ടിട്ടുണ്ട്, കോമഡി ഷോസ് കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. പിന്നെ നമ്മുടെ പണി പോകുന്ന ഒരു പരിപാടിയാണ്. അല്ല, നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പൊ മേഘ ആരാണെന്ന് അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല. അപ്പൊ മേഘ തന്നെ മേഘ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കണം. അത് വേണ്ടേ? വേണം. ഓക്കെ, മൈസെൽഫ്, എന്റെ പേര് മേഘ. ഞാനൊരു ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. പിന്നെ ചെറുതായിട്ട് ബാക്കി പല പരിപാടികൾ, കലാപരമായ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ട്. പക്ഷെ വഴിയെ നമുക്ക് കാണാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നത് ശരിയല്ലോ. മേഘയുടെ പരിപാടികൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യാം. ജഡ്ജസ് റെഡി ആണോ? അവരെ വിളിക്കണ്ടേ? വിളിച്ചോളൂ. യെസ്. ആൻഡ് ഇവിടെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ജഡ്ജസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വന്തം സബു ചേട്ടൻ. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് സബു ചേട്ടൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. എന്താണ് സാബു ചേട്ടൻ എന്ന് പറയുമ്പോൾ വരുന്ന വികാരം? ചേട്ടൻ എല്ലാം പെട്ടെന്ന് ഇപ്പം ചിലർക്ക് ഒരു പേടി തോന്നും, അയ്യോ സബു ചേട്ടൻ്റെ അടുത്ത് എന്നുള്ള സംഭവം. പക്ഷെ ചിലർക്ക് അതൊരു വേറെ തന്നെ വൈബാണ്. ചേട്ടൻ എല്ലാം ഇങ്ങനെ എല്ലാവരുടെ കാര്യമല്ല ചോദിച്ചോ, കുട്ടിയുടെ വികാരം എന്താണ് സാബു ചേട്ടൻ എന്ന് പറയുമ്പോ? ഓക്കെ, എന്റെ വികാരം എന്താന്ന് വെച്ചാൽ, സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യം ഞാനൊന്ന് ഭയന്നു. ഭയമാണോ അപ്പൊ വികാരം? അല്ല ഭയന്നു. അതൊരു വികാരമാണല്ലോ. അല്ല, വികാരം എന്താണ്? നിങ്ങൾക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ കണ്ണി നോക്കി പറയണം. അല്ല, ഭയം ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ഒരു കൈൻഡ് ഓഫ് റെസ്പെക്ട് ഉണ്ട്. കാരണം എല്ലാം ആരുടെ എന്ത് കൈൻഡ് ഓഫ് റെസ്പെക്ട്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഭയഭക്തി അതാണോ? റെസ്പെക്ട് ഉണ്ട് എനിക്ക്. കാരണം അത്രയും ഓപ്പൺ ആയിട്ട് ബോൾഡ് ആയിട്ട് സംസാരിക്കും. അതെങ്ങനെ അറിയാം? എന്നെ പേഴ്സണലി നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. കണ്ടിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് അത്രയും ബോൾഡ് ആയിട്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിക്കുന്ന. അല്ല, മനസ്സിൽ ഉള്ള കാര്യം അതാണ്. പക്ഷെ എല്ലാരെയും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ് എല്ലാവരുടെയും വികാരമായ ഷുഗർ കോട്ട് ചെയ്ത് അതെന്തായാലും പാളി അതിൽ. ഇനി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അത് വിട്ടു. അടുത്ത എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മലയാളികൾക്ക് ഒത്തിരി സുപരിചിതമായിട്ടുള്ള മറ്റൊരു ആക്ട്രസ്. മലയാളികൾക്ക് സുപരിചിതയായ മറ്റൊരു ആക്ട്രസ്, ജസ്റ്റ് അനദർ ആക്ട്രസ്. അതാണോ എന്നെ കുറിച്ച് പറയാനുള്ള? അല്ല മാം, പിന്നെ ഒരു ആക്ട്രസ് ഞാൻ പറഞ്ഞു വന്നപ്പോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരാളെ പരിചയപ്പെട്ടു. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള വളരെ നല്ല ആക്ട്രസ് ആയിട്ടുള്ള ലൈല ഉഷ. ലൈല ഉഷ എന്നാണ് എന്റെ പേരെന്ന് വിചാരിച്ചിരുന്നത്. ശരിക്കും ശരിക്കും യു തോട്ട് ഐ ആം ലൈല ഉഷ? ഓ ഗോഡ്, അതെ. LYLA. പക്ഷേ ഇനി ഡിപ്രഷൻ സ്റ്റാറിന് കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കിയോ. അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ കണ്ടോ, എനിക്ക് ഇരട്ടപ്പേര് അടിച്ചിറക്കണം മൂലക്ക് ഇരുന്നിട്ട്. എന്താ ഡിപ്രഷൻ? ഡിപ്രഷൻ സ്റ്റാർ. ഓക്കെ, ഇതാരാന്നറിയാമോ? അതിപ്പോഴേ അറിഞ്ഞൂടാ. നൈല ഉഷ. ജസ്റ്റ് അനദർ ആക്ട്രസ് എന്ന് തുടക്കത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ ലൈല ഉഷ ആക്കിയതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും.